രാജ്യം കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് നാം. വിമാനത്തിലെയും തകർന്ന കെട്ടിടത്തിലെയും ഉൾപ്പെടെ 245ഓളം ആളുകളുടെ മരണത്തിന് കാരണമായ വിമാന ദുരന്തം ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിലാണ് എന്നതും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീണതിന് പിന്നാലെ വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. ദുരന്തത്തിന്റെ വ്യാപ്തിയിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായി അഹമ്മദാബാദിലെ ഈ വിമാന അപകടവും മാറുകയാണ്. ചിലർക്കെങ്കിലും ഭയം തോന്നുമെങ്കിലും താരതമ്യേന അപകട സാധ്യത കുറവാണ് വിമാനയാത്രകൾക്ക് എന്നാണ് വിലയിരുത്തൽ. വിമാനത്തിന്റെ സഞ്ചാരം നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളുമായുള്ള സിഗ്നൽ നഷ്ടപ്പെടുമ്പോഴാണ് മിക്ക അപകടങ്ങളും സംഭവിക്കുന്നത്. സിഗ്നൽ നഷ്ടപ്പെടാൻ വിവിധ കാരണങ്ങൾ ഉണ്ട് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റേഡിയോ സംവിധാനം തകരാറിലാകുന്നതും ഇടിമിന്നലോ പോലുള്ള പ്രശ്നങ്ങൾ മൂലം സിഗ്നൽ ലഭിക്കാത്തതും ആരെങ്കിലും ഹൈജാക്ക് ചെയ്താലും ആശയവിനിമയം നടത്താനുള്ള ബാറ്ററി സിസ്റ്റം തകരാറിലാകുന്നതും സിഗ്നൽ ലഭിക്കാത്തതിന്റെ കാരണമാകാം. ഈ സിഗ്നൽ നഷ്ടപ്പെട്ടാൽ ATC അഥവാ എയർ ട്രാഫിക് കൺട്രോൾ പൈലറ്റുമായി ബന്ധപ്പെടാൻ ശ്രമിക്കും. മറ്റ് വിമാനങ്ങളുമായി കണക്ട് ചെയ്ത് ആശയവിനിമയം നടത്താനും ശ്രമിക്കും. ഇതുകൂടാതെ റഡാർ സംവിധാനം വഴി വിമാനത്തിന്റെ സ്ഥാനം കണ്ടെത്താനും ATC ശ്രമം നടത്തും. സിഗ്നൽ നഷ്ടപ്പെട്ടാലുള്ള സാഹചര്യത്തെ വളരെ ഗൗരവമായിട്ടാണ് ATC പരിഗണിക്കുക. സിഗ്നൽ നഷ്ടപ്പെട്ടാൽ മറ്റു വിമാനങ്ങളുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായേക്കാം. തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം കാണാതാകുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ ഇത്തരം സിഗ്നൽ നഷ്ടപ്പെടുന്ന സാഹചര്യം അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശക്തമായ മാർഗങ്ങളും ഏവിയേഷൻ നടപ്പാക്കി വരുന്നുണ്ട്. ഇത്തരം നിരവധി കാരണങ്ങൾ കൊണ്ട് ലോകത്ത് പല കാലങ്ങളിലായി വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്പെയിനിലെ ടെനറിഫ് വിമാനത്താവളത്തിൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാന അപകടമായി കണക്കാക്കപ്പെടുന്നത്. 1977 നടന്ന ഈ അപകടത്തിൽ 583 പേർ മരിച്ചു. 2014 239 പേരുമായി യാത്ര ആരംഭിച്ച മലേഷ്യൻ എയർവേസ് എവിടെയാണ് തകർന്നത് എന്നതിൽ പോലും വ്യക്തതയില്ല. 2015 ജർമ്മൻ വിംഗ് വിമാനം ഫ്രാൻസിലെ ആൽപ്സ് പർവ്വത നിരകളിൽ തകർന്നു വീണ് 150 പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇനി ഇന്ത്യയിൽ നടന്ന വിമാന അപകടങ്ങൾ പരിശോധിച്ചാൽ 1996 നവംബർ 12-നുണ്ടായ ചക്രി ദർദി അപകടമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന അപകടം. സൗദി അറേബ്യൻ എയർലൈൻസും കസാക്കിസ്ഥാൻ എയർലൈൻസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. അന്ന് ഇരു വിമാനങ്ങളിലെയും 349 പേരാണ് അപകടത്തിൽ മരിച്ചത്. സൗദി വിമാനം ഡൽഹിയിൽ നിന്ന് ജിദ്ദയിലേക്കും കസാക്കിസ്ഥാൻ വിമാനം ഡൽഹിയിലേക്കും വരുന്നതിനിടെയായിരുന്നു അപകടം. 1978 നടന്ന അപകടത്തിൽ 213 പേരാണ് മരിച്ചത്. മുംബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ദുബൈയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത്. 2010 മംഗലാപുരത്തുണ്ടായ അപകടത്തിൽ 158 പേർ മരണപ്പെട്ടു. ഇത്തരത്തിൽ മരണസംഖ്യ കൂടുതൽ റിപ്പോർട്ട് ചെയ്ത വലിയ വിമാന അപകടങ്ങളുടെ ലിസ്റ്റിലേക്കാണ് ഗുജറാത്തിലെ ഈ വിമാന അപകടവും എത്തിയിരിക്കുന്നത്.